ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ കർത്താവിൻ്റെ തിരുഹൃദയ തിരുനാൾ നാം കൊണ്ടാടുകയാണ്. ഈശോ നമ്മെ സ്നേഹിക്കുന്നു എന്ന വലിയ സന്ദേശമാണ് ഈശോയുടെ തിരുഹൃദയം നമുക്ക് തരിക. നമുക്ക് വേണ്ടി അവിടുന്ന് തൻ്റെ ഹൃദയം തുറന്നു വച്ചിരിക്കുന്നു. ആ ഹൃദയത്തിൽ നിന്ന് അനുഗ്രഹത്തിൻ്റെ ഉറവ നമ്മിലേക്ക് ഒഴുകുന്നു. നമുക്ക് വേണ്ടി സഹിച്ചും നമുക്ക് വേണ്ടി മരിച്ചും മരണത്തെയും ജയിച്ച് ഉത്ഥാനം ചെയ്തും കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു. അതാണ് ഈശോയുടെ തിരുഹൃദയം വെളിപ്പെടുത്തുക. ഈശോയുടെ ആ തിരുഹൃദയം നമ്മുടെ ഹൃദയത്തിൽ വ്യത്യസ്തമാകുന്നത് ഒരു വിധത്തിൽ അത് മുൻപിൽ വച്ചിരിക്കുന്നു എന്നതാണ്. നമ്മിൽ പലരും തന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും സ്നേഹം വേണ്ടവണ്ണം പ്രകടമാക്കുന്നില്ല. നേരെ മറിച്ച് ഈശോയാകട്ടെ തൻ്റെ സ്നേഹം പൂർണ്ണമായും വെളിപ്പെടുത്തി തൻ്റെ ജീവൻ പോലും തന്ന് നമ്മളെ അവിടുന്ന് സ്നേഹിച്ചു. ഈശോയുടെ സ്നേഹം പ്രിയപ്പെട്ടവരെ വെളിവാക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട തിരുനാളുകളാണ് ഈ തിരുഹൃദയത്തിൻ്റെ തിരുനാളും ദിവ്യകാരുണ്യത്തിൻ്റെ തിരുനാളും. ഈസ്റ്ററിൻ്റെ പിറ്റേ ഞായറാഴ്ച നമ്മൾ കൊണ്ടാടുന്ന ദിവ്യകാരുണ്യത്തിൻ്റെ തിരുനാൾ, അതേപോലെ ഈ കോർപ്പസ് ക്രിസ്തി അല്ലെങ്കിൽ ഈശോയുടെ തിരുശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും തിരുനാൾ ആഘോഷിച്ചു കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച നമ്മൾ ആഘോഷിക്കുന്ന തിരുഹൃദയ തിരുനാൾ. ഇത് രണ്ടും നമുക്ക് വെളിവാക്കുന്നത്, നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ദൈവത്തിൻ്റെ വലിയ സ്നേഹമാണ്. പിതാവായ ദൈവം തൻ്റെ പ്രിയപുത്രനെ നൽകി നമ്മളെ അത്രയേറെ സ്നേഹിച്ചു. ആ പ്രിയപുത്രൻ നമുക്ക് വേണ്ടി നമ്മളെപ്പോലെ ഒരുവനായി ജനിച്ച് വളർന്ന് ജീവിച്ച് പ്രവർത്തിച്ച് പഠിപ്പിച്ച് ബന്ധപ്പെട്ട് നമുക്ക് വേണ്ടി തൻ്റെ ജീവൻ പോലും നൽകി കാൽവരി കുരിശിലും മരിച്ച് തൻ്റെ ഹൃദയം പിളർക്കപ്പെട്ടപ്പോൾ അവിടെ നിന്ന് ചോരയും നീരും ചൊരിഞ്ഞ് നമ്മളെ സ്നേഹിക്കുന്ന, മരണത്തെയും ജയിച്ച് ഉത്ഥിതനായി ഇന്നും എന്നും ജീവിക്കുന്ന ആ കർത്താവിൻ്റെ ആ അകമഴിഞ്ഞ സ്നേഹമാണ് പ്രിയപ്പെട്ടവരെ ഈശോയുടെ തിരുഹൃദയം നമുക്ക് വെളിപ്പെടുത്തി തരിക. ആ ഹൃദയത്തിന് നേരെ നമുക്ക് നമ്മുടെ ഹൃദയം തുറന്നു വയ്ക്കാം. അവിടുത്തെ വലിയ സ്നേഹമോർത്ത് നമുക്ക് ദൈവത്തിന് ഒത്തിരി നന്ദി പറയാം. ആ ദൈവത്തോടുള്ള സ്നേഹത്താൽ നിറഞ്ഞ് കർത്താവിനോടുള്ള സ്നേഹത്താൽ നിറഞ്ഞ് നമ്മുടെ ജീവിതം സ്നേഹത്തിൻ്റെ ജീവിതമാക്കാൻ നമുക്കൊക്കെ ശ്രദ്ധിക്കാം. ഈ രണ്ട് തിരുനാളുകളും കർത്താവ് ഏകിയ പ്രത്യേകമായ ദർശനത്തിൻ്റെ ഫലമാണ്. വിശുദ്ധ ഫൊസ്റ്റീനാമ്മയ്ക്ക് കർത്താവ് ഏകിയ ദർശനത്തിൻ്റെ ഫലമാണ് ഒരു വിധത്തിൽ നമുക്ക് ഈ ദിവ്യ കാരുണ്യ ഭക്തി. എന്നാൽ വിശുദ്ധ മർഗ്രീറ്റ മറിയത്തിന് കർത്താവ് ഏകിയ ആ ദർശനത്തിൻ്റെ ഫലമായിട്ടാണ് ഒരു വിധത്തിൽ നമ്മൾ തിരുഹൃദയ ഭക്തി പ്രത്യേകമായിട്ട് കൊണ്ടാടുന്നത്. നമ്മുടെ എല്ലാ കുടുംബങ്ങളും തിരുഹൃദയത്തിൻ്റെ പ്രതിഷ്ഠിക്കപ്പെട്ടതാണ്. നാം ഓരോരുത്തരും കർത്താവിൻ്റെ തിരുഹൃദയത്തിൻ്റെ പ്രതിഷ്ഠിക്കപ്പെട്ടതാണ്. നമ്മുടെ പല ദേവാലയങ്ങളും മഠങ്ങളും സന്യാസ സഭകളും സ്ഥാപനങ്ങളും ഒക്കെ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ പ്രതിഷ്ഠിക്കപ്പെട്ടതാണ്. ചില സ്ഥലങ്ങൾ പോലും കർത്താവിൻ്റെ തിരുഹൃദയത്തിന് പ്രത്യേകമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ തിരുനാൾ കൊണ്ടാടുമ്പോൾ ഈശോയുടെ വലിയ സ്നേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയോടുള്ള നമ്മുടെ സ്നേഹം നമ്മൾ പ്രകടമാക്കുക. ആ ഈശോയുടെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങിക്കൊണ്ട് ആ സ്നേഹത്തിൽ പരിവർത്തനപ്പെട്ട് നമുക്ക് ഏവരെയും സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ഭവനത്തെയും നമ്മുടെ നാടിനെയും നമ്മുടെ ലോകത്തെ തന്നെയും സ്നേഹ ആലയമായി പരിവർത്തനപ്പെടുത്താം. സ്വർഗമെന്ന് പറഞ്ഞാൽ അതാണല്ലോ സ്നേഹ ആലയം. അവിടുത്തെ എല്ലാ ബന്ധങ്ങളും അവിടുത്തെ എല്ലാ പ്രവൃത്തികളും അവിടുത്തെ എല്ലാ വാക്കുകളും അവിടുത്തെ എല്ലാ പെരുമാറ്റങ്ങളും സ്നേഹത്താൽ പ്രചോദിതമാണ്. ആ രീതിയിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ സ്നേഹത്താൽ ആക്കാൻ നമുക്കൊക്കെ സാധിക്കണം. കൊരിന്ത്യക്കാർക്കുള്ള 2-ാമത്തെ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഈശോയുടെ ആ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു എന്ന് പറയാം. നമ്മൾ എഫേസ്യർക്കുള്ള ലേഖനത്തിൽ പ്രിയപ്പെട്ടവരെ 3-ാമത്തെ അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കർത്താവിൻ്റെ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണം. അവിടുത്തെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ആഴവും ഉയരവും ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം എന്ന് പറയുകയാണ്. അങ്ങനെ കർത്താവിൻ്റെ സ്നേഹത്താൽ നിറയപ്പെട്ട ഒരു ജീവിതം പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവ് നമ്മളെ സ്നേഹിച്ചു. പല രീതിയിലാണ് നമ്മളെ സ്നേഹിച്ചു. തൻ്റെ ജീവിതം കൊണ്ട് സ്നേഹിച്ചു, തൻ്റെ ബന്ധങ്ങളിലൂടെ നമ്മളെ സ്നേഹിച്ചു, തൻ്റെ പ്രവൃത്തികളിലൂടെ അത്ഭുതങ്ങൾ ചെയ്ത് നമ്മളെ സ്നേഹിച്ചു. കർത്താവ് തൻ്റെ പ്രബോധനങ്ങളിലൂടെ നമ്മളെ സ്നേഹിച്ചു. അവസാനം തൻ്റെ മരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും
നമുക്ക് എങ്ങനെ കർത്താവിനെ സ്നേഹിക്കാനാവും എന്ന് കർത്താവിനോട് അകമഴിഞ്ഞ സ്നേഹത്താൽ നിറഞ്ഞ് ജീവിക്കുവാൻ, പ്രത്യാശിക്കുവാൻ, പ്രവർത്തിക്കുവാൻ, പെരുമാറാൻ പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ സാധിക്കണം. ഇന്നത്തെ ലോകത്തിൽ കർത്താവിൻ്റെ ഹൃദയമായി ജീവിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈശോയുടെ ഹൃദയത്തിലേക്ക് ശ്രദ്ധയോടെ ഒന്ന് നോക്കിക്കേ. ജ്വലിച്ച് എരിയുന്ന കർത്താവിൻ്റെ സ്നേഹാഗ്നി നമ്മളതിൽ കാണും. മരണത്തെയും ജയിച്ച ഈശോയുടെ ആ ബലിയുടെ ഓർമ്മപ്പെടുത്തുന്ന കുരിശ് നമ്മൾ അതിൽ കാണും. കർത്താവ് അതിനുവേണ്ടി നമുക്ക് വേണ്ടി സഹിച്ച അതിൻ്റെ ഓർമ്മപ്പെടുത്തലായി മുൾക്കിരീടം നമ്മൾ കാണും. എന്നിട്ടോ കർത്താവ് തൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി പോലും സ്നേഹിച്ച അനുഭവം പറയാം. ഈശോ മരിച്ചു കഴിഞ്ഞിട്ടും കർത്താവിൻ്റെ ഹൃദയം കുന്തം കൊണ്ട് കുത്തിപ്പിളർന്ന ആ മനുഷ്യനെ പോലും സുഖപ്പെടുത്തിയ കർത്താവ്, എന്നിട്ടോ ആ ഹൃദയത്തെ അനുഗ്രഹത്തിൻ്റെ ഉറവയാക്കി മാറ്റി. നമുക്ക് ആ തിരുഹൃദയത്തിലേക്ക് ശ്രദ്ധയോടെ നോക്കാം. ആ ഹൃദയത്തെ നമ്മുടെ ഹൃദയമാക്കി നമുക്ക് മാറ്റാം. ഈശോയെ, അങ്ങയുടെ തിരുഹൃദയം പോലെ ഞങ്ങളുടെ ഹൃദയത്തെയും ആക്കണമേ എന്ന് നമുക്ക് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം. ആ ഹൃദയത്തിൽ ജ്വലിച്ചിരുന്ന സ്നേഹാഗ്നി നമ്മുടെ ഹൃദയത്തിൽ ജ്വലിച്ച് ഉയരട്ടെ. ആ ഹൃദയത്തിൽ പ്രിയപ്പെട്ടവരെ വെളിപ്പെടുന്ന കർത്താവിൻ്റെ സഹനം, ആ സഹിച്ചുകൊണ്ടും ജീവനേകിക്കൊണ്ടുമുള്ള ആ സ്നേഹം മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കുവാനും ജീവനേകാൻ വേണ്ടിയും നമ്മളെ നിരന്തരം പ്രചോദിപ്പിക്കട്ടെ. അങ്ങനെ നമുക്ക് പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ സ്നേഹത്താൽ പൂരിതരാകാം. കർത്താവ് നമ്മളെയൊക്കെ മാടി വിളിക്കുക തൻ്റെ ഹൃദയത്തിലേക്ക്. അധ്വാനിക്കുന്നവരെ, ഭാരം വഹിക്കുന്നവരെ, നിങ്ങളെല്ലാവരും എൻ്റെ പക്കലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ടവരെ കർത്താവ് ക്ഷണിക്കുന്നത് മത്തായിയുടെ സുവിശേഷത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ പ്രത്യേകമായിട്ട് വായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ദാഹാർത്തരെ, നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വരുവിൻ, ഞാൻ നിങ്ങൾക്ക് ജീവൻ്റെ ജലമേകാം എന്ന് പറഞ്ഞ് നമ്മളെ മാടി വിളിക്കുന്ന ആ കർത്താവിൻ്റെ സ്നേഹം നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 7-ാമത്തെ അധ്യായം 38-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈശോ തന്നെ നിരന്തരം നമ്മളെ മാടി വിളിക്കുക, നമ്മളോടുള്ള സ്നേഹത്താൽ നിറഞ്ഞ് മാടി വിളിക്കുക. നമ്മൾ കർത്താവിനെ മറന്നുപോയാലും മറുത്തുപോയാലും മാറ്റിവെച്ചാലും പ്രിയപ്പെട്ടവരെ അതെല്ലാം ക്ഷമിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ കർത്താവ് നമ്മളെ സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ഹൃദയകവാടത്തിൽ അവിടെ നിന്ന് മുട്ടി വിളിക്കുക. നമുക്ക് നമ്മുടെ ഹൃദയത്തെ തുറന്ന് കർത്താവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളാം. എന്നിട്ട് ആ ഈശോയുടെ തുറന്ന ഹൃദയം പോലെ നമ്മുടെ ഹൃദയത്തെ നമുക്ക് തുറക്കാം. ഹൃദയം തുറന്നവരായി ജീവിക്കുവാൻ നമുക്ക് തയ്യാറാകാം. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ കൊണ്ടാടുമ്പോൾ അവിടുന്ന് നമ്മളെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത് എൻ്റെ സ്നേഹം അത് വെറും ഒരു വാക്കല്ല, പിന്നെയോ അതൊരു പ്രവൃത്തിയാണ്. എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിക്കുവാണെന്ന് പറയാണ്. ഹൃദയമാണ് ജീവിതത്തിൻ്റെ കേന്ദ്രം. പ്രിയപ്പെട്ടവരെ, ആ ഹൃദയം എന്താ ചെയ്യുന്നത്? അശുദ്ധ രക്തമെല്ലാം ഏറ്റുവാങ്ങി ശുദ്ധരക്തമാക്കി മാറ്റി നമ്മുടെ ശരീരത്തെ ജീവിപ്പിക്കുന്നു, നിരന്തരം ജീവിപ്പിക്കുന്നു. അതേപോലെ പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മുടെ എല്ലാ പാപങ്ങളും പൊറുക്കുന്നു. എന്നിട്ടോ നമ്മളെ ഓരോരുത്തരെയും വിശുദ്ധീകരിച്ചുകൊണ്ട് ദൈവത്തിന് പ്രിയപ്പെട്ടവരാക്കി മാറ്റുന്നു. ആ കർത്താവിൻ്റെ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടവരായ നമുക്ക് ആ ഹൃദയത്തെ ധ്യാനിച്ചുകൊണ്ട് ആ ഹൃദയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവസ്നേഹത്താൽ നിറഞ്ഞ് ജീവിക്കാം. ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ സ്നേഹം പകർന്നു കൊടുത്തുകൊണ്ട് നമുക്ക് എപ്പോഴും കർത്താവിൻ്റെ സാക്ഷികളായി, കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ സാക്ഷികളായി, കർത്താവ് ചെയ്യുന്ന രക്ഷയുടെ സാക്ഷികളായി, കർത്താവ് ചെയ്യുന്ന അനുഗ്രഹത്തിൻ്റെ സാക്ഷികളായി ജീവിക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.